ഹലോ എവ്രി വൺ, ഞാൻ മഹിമ സൈമൺ. ഒത്തിരി പേര് കുറേ നാളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ക്യാരറ്റ് കേക്ക് കാണിക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരറ്റ് കേക്കിൻ്റെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു ബോളിലേക്ക് എടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്കുള്ളത് 1.5 കപ്പ് മൈദ എടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. എപ്പോഴും മൈദ എടുക്കുമ്പോൾ ഇടഞ്ഞിട്ട് എടുക്കുക. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ, സോൾട്ട് ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങൾ എടുത്തു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിനമൺ പൗഡർ, അത് 1 ടീസ്പൂൺ ഉണ്ട്. സിനമൺ പൗഡറും 1 ടീസ്പൂൺ എടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അരിപ്പയിൽ തള്ളിയെടുത്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റുക. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഒരു ബിഗർ ബോൾ എടുക്കുക. അതിനകത്തേക്ക് ബട്ടർ ആൻഡ് ഷുഗർ എടുക്കുക. 75 ഗ്രാം ബട്ടർ, 1/4 കപ്പ് ഓയിൽ. സൺഫ്ലവർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഓയിലും ബട്ടറും എടുത്തു. ഇതിനകത്തേക്ക് പൗഡർഡ് ഷുഗർ, ഇത് 1.25 കപ്പ് പൗഡർഡ് ഷുഗർ. സാധാരണ പൊടിച്ച പഞ്ചസാര, വീട്ടിലുള്ള പഞ്ചസാര എടുത്ത് പൊടിച്ച് എടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സ്പീഡ് കൂട്ടുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, പൗഡർ ഷുഗറിൻ്റെ തരി ഒട്ടും ഇല്ലാത്ത പരുവത്തിന് വേണം നമ്മൾ ക്രീം ചെയ്തെടുക്കാൻ. ഓക്കെ, മതി. ഇതിനകത്തേക്ക് നമുക്ക് 2 മുട്ട ഇടാം. ഓരോന്നിട്ട് കുറച്ചൊന്ന് ബീറ്റ് ചെയ്യണം. ഇനി കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മൈദ മിക്സ്ചറിൽ നിന്ന് ഞാനൊരു ടേബിൾ സ്പൂണിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് ബീറ്റ് ചെയ്യുക ലൈറ്റായിട്ട്. അടുത്ത മുട്ട ആഡ് ചെയ്യാം. അപ്പം 2 മുട്ട ഇടുമ്പോൾ ഓരോ മുട്ട ഇട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യാം. അടുത്ത എഗ്ഗ്, ആ കൂടെ തന്നെ ഞാനൊരു ടീസ്പൂൺ ഫ്ലവർ ഇടുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്കുള്ളത് മൈദയുടെ മിക്സ്ചർ ഉണ്ട്, പിന്നെ 2 കപ്പ് ക്യാരറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഇടുക. ക്യാരറ്റ്സ് 2 കപ്പ് ഗ്രേറ്റ് ചെയ്തതാണ്, അല്ല ഫൈൻ ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ഇടാം. ക്യാരറ്റ്സ് ഇട്ടു. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ്ചർ, ഇത് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത മൈദ, സിനമൺ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതെല്ലാം അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ് ഉണ്ട്. കാഷ്യൂ നട്ട്സോ വാൾനട്ട്സോ എനി നട്ട്സ് യൂസ് ചെയ്യാം. അത് ഫൈൻ ചോപ്പ് ചെയ്തിട്ട് അതും ഇടുക. ഇത് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് എറൗണ്ട് പോവുക, നടുക്കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനെ ഫോൾഡിങ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ്ചർ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഇച്ചിരി തിക്കായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ക്യാരറ്റിൽ നിന്നുള്ള വെള്ളം കൂടെ റിലീസായിട്ട് അതിന് കറക്റ്റ് ടെക്സ്ചർ കിട്ടും, നല്ല സോഫ്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടും. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ലോഫ് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 7 ഇഞ്ച് പാനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ലോഫ് ടിൻ എടുക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും ആദ്യം ബട്ടർ തേക്കും. ബട്ടർ തേച്ചിട്ട് കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പം തെൽ പറ്റിയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി മൈദ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത അവനിൽ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കുന്ന അവനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് 35-40 മിനിറ്റ്സിൽ ബേക്കായി എടുക്കും. അപ്പോൾ ഓരോ അവനിൽ ഇച്ചിരി വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അവരവരുടെ അവൻ ചെക്ക് ചെയ്യുക. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിയുമ്പം അവനിൽ നിന്ന് എടുത്ത് നടുക്ക്
കുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലീനായിട്ട് വരുവാണെങ്കിൽ കുക്ക്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് അവനിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30-35 മിനിറ്റ്സ് ആയി. അപ്പോൾ അത് ആയിട്ടുണ്ടാവും. നമുക്കത് എടുക്കാം. ഓക്കെ, അപ്പം ആയം നോക്കുന്ന എല്ലാവർക്കും അറിയാം, നല്ല ഒന്ന് പറയാം. നമ്മൾ ആ 30-35 മിനിറ്റ്സ് കഴിയുമ്പോൾ നടുക്ക് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുക. ടൂത്ത് പിക്കോ അല്ലെ ബാംബൂ സ്ക്യൂബേഴ്സ് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നാൽ നമ്മുടെ കേക്ക് ആയിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടാലേ അറിയാം നല്ല ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂട് പോയി കഴിയുമ്പോൾ ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മോയ്സ്റ്റ്, നല്ല സോഫ്റ്റ് കേക്കാണ്. ഒന്നും ഇല്ലാതെ ഈ കേക്ക് നല്ലതാണ് കേട്ടോ. അപ്പം ആക്ച്വലി ഐസിംഗ് ഒന്നും ഇല്ലാതെ കഴിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്തത്. വേണമെങ്കിൽ നിങ്ങളുടെ വല്ല ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് അങ്ങനെയൊക്കെ കൊടുക്കാം. മേ ബി വേറെ ഒരു എപ്പിസോഡിൽ നമുക്ക് ആ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.